ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2023 ഫിനാൻഷ്യൽ സർവീസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ 22 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് എല്ലാവരും അത് പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ETF. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ശ്രദ്ധിക്കുക. 22 നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ഏറ്റവും അവസാനം ചോദിച്ചതായിരുന്നു സെബിയും ETF-ഉം. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത വർഷം അവർ എന്ത് ചെയ്തു, അതിനെ മാത്രം എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യാനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ലിസ്റ്റ് ഡൗൺ എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജ് ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബി പാർട്ടിൽ രണ്ടാമത്തെ സെക്ഷനിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വാട്ട് ആർ മെർച്ചൻറ്റ് ബാങ്ക്സ്, ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ ക്രെഡിറ്റ് റേറ്റിംഗ്, ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ആൻഡ് വാട്ട് ആർ ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്, എന്തിനാണ് ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ബെനിഫിറ്റുകൾ ചോദിച്ചിട്ടുണ്ട്. ലോൺ സിൻഡിക്കേഷൻ എഗെയിൻ റിപ്പീറ്റിംഗ് ആണ്. ലോൺ സിൻഡിക്കേഷൻ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ അണ്ടർ റൈറ്റിംഗ് എന്നുള്ള ടേം പുതിയതായിട്ട് ചോദിച്ചിട്ടുണ്ട്. ലീസിങ്ങിൻ്റെ എലമെൻറ്റ്സ്, അപ്പോൾ ഇതിൽ ഫസ്റ്റ് ETF റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ പറഞ്ഞാൽ 4 അഡ്വാൻറ്റേജ് ഇവിടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മെർച്ചൻറ്റ് ബാങ്ക്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് റേറ്റിംഗ് റിപ്പീറ്റഡ് ആണ്. ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്, അത് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഒരു വിഭാഗത്തിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിനാൻഷ്യൽ സർവീസ് ആയിരുന്നു ചോദിച്ചത്, ഇവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ചോദിച്ചു. അതേപോലെ തന്നെ 7ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ലിസ്റ്റ് ഔട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ബെനിഫിറ്റാണ് ചോദിച്ചത്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ സെക്ഷൻ ബിയിൽ വന്നൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതേപോലെ തന്നെ ലോൺ സിൻഡിക്കേഷൻ എന്താണെന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് 8ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട്. 9ാമത്തേൽ അണ്ടർ റൈറ്റിംഗ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസിൽ വരുന്ന അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു 10-13 പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അതിലത്തെ ഏത് വേണമെങ്കിലും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെ അണ്ടർ റൈറ്റിംഗ് എന്താണ് എന്ന് 2 മാർക്കിന് ചോദിച്ചു. ഇനി നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യനിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ലീസിങ്, ലീസിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എലമെൻറ്റ്സുകൾ ഏതാണ്. ലീസിംഗ് എന്ന് 3 ക്വസ്റ്റ്യനോളം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചാണ്. അപ്പോൾ ഇവിടെ വീണ്ടും അത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഈസ് എ ഫാക്ടർ ആൻഡ് വാട്ട് ഈസ് ഫാക്ടറിങ്. ഫാക്ടറിങ് എന്താണ്, ഫോർഫൈറ്റിംഗ് അവിടെ ചോദിച്ചു, ഇവിടെ ഫാക്ടറിങ് ചോദിച്ചു. അതേപോലെ തന്നെ ഫാക്ടറിങ്ങിൻ്റെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ സെക്ഷൻ ബി പാർട്ടിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മ്യൂച്വൽ ഫണ്ട് എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും റിപ്പീറ്റ് ചെയ്തു ആ ക്വസ്റ്റ്യൻ തന്നെ. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ്, കാരണം ഇവിടെ മ്യൂച്വൽ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടിൽ തന്നെ 3 ക്വസ്റ്റ്യനായി മ്യൂച്വൽ ഫണ്ടിൻ്റെ വരുന്നു. 4 അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുണ്ട്, ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട് ചോദിച്ചു, ഇപ്പം മ്യൂച്വൽ ഫണ്ട് എന്താ ചോദിച്ചു. ഇനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. ഫിനാൻഷ്യൽ സർവീസസിന് 4 ക്യാരക്ടറിസ്റ്റിക്സ്. ഫിനാൻഷ്യൽ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് എസ്എ ചോദിച്ചതും ബി പാർട്ടിൽ ചോദിച്ചതും. ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ അതിൻ്റെ മെറിറ്റ് ഡിമെറിറ്റുകൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത് തന്നെ ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്രൈവറ്റ് ഇക്വിറ്റി എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈവറ്റ് ഇക്വിറ്റി എന്നുള്ളതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഔട്ട് ദ ബെനിഫിറ്റ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ്, അതിൻ്റെ ഏജൻസികളെ കുറിച്ചൊക്കെ എസ്എ ചോദിച്ചു. ഇവിടെ നമുക്ക് 2 മാർക്കിന് ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ ബെനിഫിറ്റുകൾ എന്താണെന്നുള്ളത്. അപ്പോൾ അവിടെ ശരിക്കും 5 മാർക്കിന് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെ ഒക്കെ വീണ്ടും ഇവിടെ 2 മാർക്കിനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് നോക്കാം. പാർട്ട് ബിയിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാക്സിമം സീലിംഗ് 35 മാർക്ക് വരെ കിട്ടുന്നത്. ഇവിടെ ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, കാരണം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതുമായിട്ട് എങ്ങനെ സാമ്യപ്പെടുത്തി വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഇവിടെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് ലീസിങ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലീസിങ്ങും അതിന് ഡിഫറെൻറ്റ് ടൈപ്സും ചോദിച്ചായിരുന്നു. ആൻഡ് ഫാക്ടറിങ് സർവീസസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പുകൾ, വേരിയസ് ടൈപ്പുകളാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. 16ാമത്തെ എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് ലീസിങ്. ലീസിങ് തന്നെ എത്ര തരത്തിലുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു. ഇവിടെ ഫാക്ടറിങ് സർവീസിൻ്റെ വേരിയസ് ടൈപ്സ്. 18ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്രിസിൽ ആൻഡ് കെയറിനെ കുറിച്ച് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്.
എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ്, അതേപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു. ഇവിടെ 2 ഏജൻസികളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഷോർട്ട് നോട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യനിൽ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഇമ്പോർട്ടൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ആ ക്വസ്റ്റ്യൻസ് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ. 20ാമത്തെ ക്വസ്റ്റ്യനിൽ വേരിയസ് ക്ലാസിഫിക്കേഷൻ മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ. അപ്പം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് തന്നെ വീണ്ടും വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്ന എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് വെഞ്ചർ ക്യാപിറ്റൽ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും മെയിനായിട്ട് ഓരോ ടേമിൻ്റെയും അവിടെ അഡ്വാൻറ്റേജുകളായിരുന്നു കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ എന്തായി, ആ ടേമിൻ്റെ എല്ലാ ഇമ്പോർട്ടൻസുകളാണ് കൂടുതൽ, അതേപോലെ ഫീച്ചേഴ്സ്, ക്ലാസിഫിക്കേഷൻസ് ഇതൊക്കെയാണ് വന്നിരിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. റൈറ്റ് എ നോട്ട് ഓൺ വേരിയസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ മെർച്ചൻറ്റ് ബാങ്കർ. ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മെർച്ചൻറ്റ് ബാങ്കറുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസുകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചൊന്നും എഴുതാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫാക്ടറിങ്ങും ഫോർഫെയ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോർഫെയ്റ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. ഇവിടെ ഫാക്ടറിങ്ങും ഫോർഫെയ്റ്റിങ്ങും കൂടി ഡിഫറൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത്രയാണ് പാർട്ട് ബിയിൽ വരുന്നത്. ഇനി പാർട്ട് സിയിൽ നോക്കാം. ഇതിൽ നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻ 4 എണ്ണം ഉണ്ട്, 2 എണ്ണം നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും വാട്ട് ഡു യു മീൻ ബൈ ലീസിങ്. ലീസിങ് എന്താണെന്നുള്ളതും ലീസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും വേരിയസ് അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതുകൂടി കമ്പയർ ചെയ്യുമ്പോൾ ആ ഓരോ ഫിനാൻഷ്യൽ സർവീസ് ഞാൻ പറഞ്ഞല്ലോ ഒരു 10-13 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ തന്നെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, മെറിറ്റ്, ഡിമെറിറ്റ് പഠിച്ചോളാം. അപ്പോൾ അതാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ്. ലീസിങ് എന്താ ചോദിച്ചു, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ലിമിറ്റേഷൻ, ബെനിഫിറ്റ്സ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ സർവീസസ് എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. വീണ്ടും റിപ്പീറ്റേഷനാണ്. ഫിനാൻഷ്യൽ സർവീസ് ഏതൊക്കെ തരത്തിലുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഒരു കാരണവശാലും ഒഴിവാക്കരുത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചോളാം. അടുത്തത് ലിസ്റ്റ് ഔട്ട് മേജർ ഫങ്ഷൻസ് ഓഫ് സെബി. സെബിയുടെ മെയിൻ ഫങ്ഷനും അതെങ്ങനെയാണ് മെർച്ചൻറ്റ് ബാങ്കിങ് റെഗുലേറ്റ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെബിന്ന് ഒരേ ഒരു ചെറിയൊരു ചാപ്റ്ററാണ് സെബി. അതൊന്ന് ആകെ ചോദ്യം വരാൻ ചാൻസ് ഉള്ളതും ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എസ് ചെയ്തുകൊണ്ട് ഇതിൽ തന്നെ 2 മാർക്കും 5 മാർക്കും ഒക്കെ കവർ ചെയ്ത് പോകും. സെബി എന്നുള്ള ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ വെഞ്ചർ ക്യാപിറ്റൽ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ്, വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യനും ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നിർബന്ധമായി നിങ്ങൾ പഠിച്ചു പോവുക. ഒപ്പം തന്നെ അതിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന ടേമുകളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക. കാരണം ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ അങ്ങോട്ട് തിരിച്ചും മറിച്ചും അതേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം അതുപോലെ വരുമെന്ന് പറയാനും പറ്റില്ല, വരില്ല എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ പഠിക്കുക. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് മാർക്കിന് ഹെൽപ്പായിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താ പറയാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം 5 സെക്ഷൻ ബിയിൽ ചോദിച്ച കാര്യങ്ങളാണ് ഇപ്രാവശ്യം സെക്ഷൻ എയിൽ ചോദിച്ചിരിക്കുന്നത്. അത് കുറേ നമുക്ക് എലാബറേറ്റ് ചെയ്യേണ്ടതും ചുരുക്കി എഴുതേണ്ടതും ഒക്കെ ആയിട്ട് മാറി മറിഞ്ഞാണ് അവർ ചോദിച്ചിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ സർവീസൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിക്കുക, ഇതൊന്നും ഒഴിവാക്കാനില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓരോ ചാപ്റ്ററിൻ്റെ ഹെഡിങ് എന്താ നോക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക, മെറിറ്റ്, ഡിമെറിറ്റ്, ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ പഠിക്കുക, അതിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ നോക്കണം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സ്ഥിതിക്ക് നന്നായിട്ട് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ തന്നെ ഞാൻ അയച്ചു തന്നത്. അപ്പോൾ ഇനി PDF കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക്